ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഇപ്പൊ സമാധാനായി. നമുക്കേ ഇവിടുന്ന് പോവാം. തീരുമാനം എടുക്കേണ്ടത് ഞാനാണെന്ന് അമ്മ പറഞ്ഞത് ശരിയാണെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനം എടുത്തു. അച്ഛൻ പറഞ്ഞതുപോലെ ഹരിച്ചേട്ടൻ എന്നെ സ്വീകരിക്കാമെങ്കിൽ ഞാൻ ഹരിച്ചേട്ടന്റെ ഭാര്യയാവും. മതി ആതിര, നിന്റെ ഈ വാക്കുകൾ മതി എനിക്ക്. ഇനി നമ്മളെ തമ്മിൽ വേർപെടുത്താൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അത് ശരിയാ. പക്ഷേ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചു എന്ന് നമുക്കറിയണ്ടേ? നമ്മുടെ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് തീരുമാനിച്ച പലരും ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെയാ ഇപ്പോ ഈ കൊച്ചു കുഞ്ഞിന്റെ അവതാരവും. ഇതേ ഒരു ഉഗ്ര നാടകമാ. ആ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയണ്ടേ എല്ലാവർക്കും? ഈ കുട്ടിയുടെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. നിങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് തരാൻ ഞങ്ങൾ തയ്യാറാ. നിങ്ങൾക്കേ ഇനി വേറെ വഴിയില്ല. ഞങ്ങൾ പോലീസിനെ വിളിക്കാൻ പോവാ. അവര് തിരിച്ചും മറിച്ചും ചോദിക്കുമ്പോ ഈ കുട്ടി സത്യം പറയും. പറ മോളെ, പോലീസിനെ വിളിക്കട്ടെ? അമ്മേ, 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 എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങോട്ട് വാ അമ്മേ. അമ്മേ, അമ്മേ. മോളെ, മോളെ, എല്ലാരും എന്നോട് ക്ഷമിക്കണം. പറ ചേച്ചി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞാൻ പറയാം. ഈയിടെ ഒരു ആക്സിഡന്റിൽ പെട്ട് എന്റെ ഭർത്താവ് മരിച്ചു. കയ്യിൽ കാൽ കാശില്ലാതെ കഷ്ടപ്പെടുമ്പോഴാ ഒരാൾ വന്ന് ഇങ്ങനൊരാവശ്യം പറഞ്ഞത്. കുറച്ച് കാശ് തരാമെന്നും പറഞ്ഞു. എന്റെ സ്വാർത്ഥത കൊണ്ടും ഈ കുഞ്ഞിന്റെ വിശപ്പകറ്റാനും വേണ്ടി ഞാനത് ചെയ്യാമെന്ന് സമ്മതിച്ചു. എനിക്ക് മാപ്പ് തരണം. അതിനുവേണ്ടി രണ്ടുപേരുടെ ജീവൻ നശിപ്പിക്കാൻ നീ തുനിഞ്ഞല്ലോടി ഓരുമ്പോട്ടവളെ. ഈ കൊച്ചിന്റെ കരച്ചിലും നീ എഴുതിയ കത്തും വിശ്വസിച്ച് എന്റെ മോളുടെ കല്യാണം മുടങ്ങിയനെ. നിന്റെ റോള് കഴിഞ്ഞു. സ്വന്തം കുഞ്ഞ് വിശന്ന് കരയുന്നത് കാണുമ്പോ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്തു പോവും. ഇതുപോലെയൊക്കെ ഉപദേശിക്കാൻ ദുഷ്ടന്മാരടുത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചു. അച്ഛാ, ഇതുപോലെ ദുഷ്ടതരം ആരുപദേശിച്ചാലും സ്വീകരിക്കരുത്. ഈ മോളെ അംഗനവാടിയിലോ മറ്റോ ആക്കിയിട്ട് എന്തെങ്കിലും ചെറിയ ജോലിക്ക് കൂടി ശ്രമിക്കണം. പിന്നെ ആഹാരം കഴിച്ചിട്ടേ പോവാവൂ. മോളെ, ഇത് വെച്ചോ. പിന്നെ മോൾക്ക് പഠിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം.
മോള് സദ്യ ഉണ്ണാതെ പോയോ? ആ ആൾക്കൂട്ടത്തിൽ എന്റെ മോളെ നാണം കെടുത്തിയോട് അധികകാലം സുമംഗലിയായിട്ട് വാഴില്ല, വാഴിക്കില്ല ഞാൻ അവളെ. രാജാ, പണി വൃത്തിയായിട്ട് അറിയാത്തവന്മാരാണ് കൂടെയുള്ളതെങ്കിൽ കാശ് എത്ര മുടക്കിയിട്ടും ഒരു കാര്യമില്ല. ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ആരംഭിക്കാൻ പോന്നേ ഉള്ളൂ. ആഗ്രഹിച്ചത് നേടി എന്ന അഹങ്കാരത്തിൽ നിൽക്കുമ്പോ വേണം ഒടുക്കത്തെ അടിയടിക്കാൻ. ഹരിയുടെയും ആതിരയുടെയും ആദിരാത്രി അന്തിരാത്രി ആക്കിയിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ. മനീഷ എവിടെ? മോളിങ് വന്നില്ലല്ലോ, ഹാളിൽ തന്നെ കാണും. ഇനി എന്ത് കെട്ടുകാഴ്ച കാണാൻ അവളവിടെ നിൽക്കുന്നേ? വിളിച്ചിട്ട് വാ.